ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 സെൻറ്റ് പ്ലോട്ടിൽ 767 സ്ക്വയർ ഫീറ്റിൽ 14 ലക്ഷം രൂപയ്ക്ക് 2 ബെഡ്റൂമുകളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു മനോഹരമായ വീടാണ്. വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ താനാളൂരാണ്. സുനു ജയശ്രീ ദമ്പതിമാരുടെ വീടാണിത്. വീടിൻ്റെ എലിവേഷൻ വളരെ ഭംഗിയിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് LED ലൈറ്റ്സും ഷോവാളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കായിട്ട് ഷോവാൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലാന്റ് ബോക്സ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ഇത്രയും സ്പേസേ വരുന്നുള്ളൂ. ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് കുറച്ച് മുറ്റം വന്നിട്ടുള്ളത്. ഇനി വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു പോർഷനാണ് എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഷോ വാളിൽ GI വർക്ക് വന്നിട്ടുണ്ട്. അത് എലിവേഷനിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പില്ലറിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ സൈഡിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് വരുന്നത് മാർമോണൈറ്റ് ആണ്. ഇവിടെ ഫ്ലോറിൽ മൊത്തം ചെയ്തിട്ടുള്ളത് മാർബോണൈറ്റ് ആണ് കേട്ടോ. ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വുഡൻ ബെഞ്ചാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറ് പ്ലാവിൽ ഡബിൾ ഡോറായിട്ട് വളരെ സിമ്പിൾ വർക്കോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ്റെ തന്നെ 2 ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇത് പ്ലാനിൽ ഡൈനിങ് ആയിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരെ കാണുന്ന ഡോറ് ഒരു ബെഡ്റൂമും കിച്ചണുമാണ്. നമ്മൾ ലിവിങ്ങിലേക്ക് കിടക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ലിവിങ് പരിചയപ്പെടാം. ഇതിൻ്റെ സൈസ് വരുന്നത് 310 ആണ്. സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വുഡൻ ടീ ടേബിൾ നൽകിയിട്ടുണ്ട്. 5 സീറ്റോട് കൂടിയിട്ടുള്ളൊരു കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ വിൻഡോസിന് പാനൽ ചെയ്തിട്ടുള്ളതല്ല കേട്ടോ. പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് ചെയ്തിട്ട് അതിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കോർണറിലായിട്ടാണ് പൂജാ ഷെൽഫ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് TV-യും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോഫയ്ക്ക് അഭിമുഖമായിട്ടാണ് TV വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം. ഇവിടെ ഡോറിന് കട്ടിലകൾ ചെയ്തിട്ടുള്ളത് ടാറ്റ സ്റ്റീലിലാണ്. ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 310x270 ആണ്. നല്ല ഭംഗിയുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിൽ സീബ്ര ബ്ലിൻസ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സും ആണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലേക്കായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു മിറർ യൂണിറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് ഫൈബർ ഡോറാണ്. പിന്നെ വീട്ടുകാരും കൂടി നല്ല എഫേർട്ട് ഇട്ട് പണിയെടുത്തിട്ടാണ് ഈ ഒരു എമൗണ്ടിൽ വീട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈല് ചൂസ് ചെയ്തിട്ടുള്ളത്. 2x4 ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെ ഡോറ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റൂമിൻ്റെ സൈസും 310x270 തന്നെയാണ്. ഭംഗിയുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ റാക്ക് വരുന്നുണ്ട്. ഇവിടെ വാർഡ്രോബ് ചെയ്യാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ നോക്കാം. നല്ല ഭംഗിയിലാണ് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിൽ
ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് ഈ ഒരു മാർബോണൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാ സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ റെഡിമെയ്ഡ് ഷെൽഫാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഷെൽഫ് വന്നിട്ടുണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്. മിററിൻ്റെ ഭാഗവും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. ഇനി കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിലും വുഡിലും ആണ്. കിച്ചൻ്റെ സൈസ് വരുന്നത് 310x400 ഇത് 2 കിച്ചണായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഒരൊറ്റ കിച്ചണാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്താണ് ഇപ്പം ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 6 ചെയറോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്പേസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയറാണ് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്തേക്കായിട്ട് വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. വാളിലായിട്ട് വൈറ്റ് 2x4 ടൈലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകളിൽ മൊത്തം റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടേബിൾ വരുന്ന ഭാഗത്ത് L ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമാണ് ഇവിടെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പം തൽക്കാലം വിറകടുപ്പിന് മുകളിലായിട്ടാണ് ഈ ഒരു ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുള്ളത്. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്ക് സിങ്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കബോർഡ് വർക്ക് ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് സിങ്കിൻ്റെ ഈ ഒരു സൈഡിലാണ് പുറത്തേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു ബാത്റൂം കൂടി വരുന്നുണ്ട്. ഈ ഒരു പ്ലാനിൽ വീടിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ കാണുന്നത് അലക്കുകല്ലാണ് കേട്ടോ. ഈ ഒരു സ്പേസിൽ തന്നെ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ താഴെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇതിലൊരു ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇനി അലക്കുകല്ല് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.